ഫ്രണ്ട്സ്, ഇത് ഞങ്ങളുടെ ഫസ്റ്റത്തെ യൂട്യൂബ് വീഡിയോ ആണ്. നിങ്ങളെല്ലാവരെയും സപ്പോർട്ട് ഉണ്ടാകണം. ഞങ്ങൾക്ക് ശരിക്കും അറിഞ്ഞുകൂടാ ഇത് എങ്ങനെയാണ് അപ്ലോഡ് ചെയ്യുക, ഇതിൻ്റെ എഡിറ്റിങ്ങും കാര്യങ്ങളും ഇപ്പോൾ ഞങ്ങൾ പഠിച്ചു വരുന്നുള്ളൂ. അപ്പോൾ നിങ്ങളുടെ എല്ലാവരെയും സഹകരണം ഉണ്ടായിരിക്കണം. ഇന്ന് ഞങ്ങൾ ഡെസേർട്ട് സഫാരി ബുക്ക് ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ ഓൺലൈനിൽ കയറി ബുക്ക് ചെയ്തതാണ്. അപ്പോൾ അവർ 3 PM കൂടി അവർ ഞങ്ങൾ പിക്കപ്പ് ചെയ്യാം. നമ്മൾ താമസിക്കുന്ന ഫ്ലാറ്റിൻ്റെ അടിയിലേക്ക് അവർ വരും. നമ്മൾ ലൊക്കേഷൻ സെൻഡ് ചെയ്ത് കൊടുത്താൽ മതി. അങ്ങനെ ഞങ്ങൾ അവർ ഒരു 3 PM ആയപ്പോൾ പിക്കപ്പ് ചെയ്യാൻ വന്നു. അപ്പോൾ ആ കാറിൽ സൗത്ത് ആഫ്രിക്കയിൽ നിന്നൊരു കപ്പിൾസ് ഉണ്ടായിരുന്നു. ടോട്ടൽ ഞങ്ങൾ പിന്നെ 5 പേരുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി ഒരുമിച്ച് വലിയൊരു വണ്ടിയിൽ പോവുകയാണ്. അങ്ങനെ ഞങ്ങൾ കാഴ്ചകളെല്ലാം കണ്ട് യാത്ര തുടരുകയാണ്. അങ്ങനെ ഞങ്ങൾ 1 മണിക്കൂറത്തെ യാത്രയ്ക്ക് ശേഷം ഞങ്ങളൊരു ഷോപ്പിൻ്റെ മുമ്പിൽ ഞങ്ങളുടെ വണ്ടി പാർക്ക് ചെയ്തു. അവിടെ നമുക്ക് ഡെസേർട്ടിലേക്ക് പോകാനായിട്ട് അവിടെ നിന്ന് നമുക്ക് സാധനങ്ങൾ പർച്ചേസ് ചെയ്യാം. ഇപ്പോൾ തലയിൽ കെട്ടുന്നത്, ഷേക്കുമാർ കെട്ടുന്നത് പോലെ ടവൽ നമുക്ക് തലയിൽ കെട്ടി, അതുപോലെ ബ്രേസ്ലെറ്റ്, മാല, അതിൽ റിങ്, നമ്മുടെ പേര് പറഞ്ഞു കഴിഞ്ഞാൽ അവർ നമുക്ക് പേര് എഴുതി തരും. പിന്നെ സാൻഡൽ ആർട്ട് വർക്കിൻ്റെ ബോട്ടിൽസ് നമുക്ക് വാങ്ങണമെങ്കിൽ വാങ്ങാം. അങ്ങനെ ഞങ്ങൾ ഇതെല്ലാം വാങ്ങിച്ച് പർച്ചേസ് ചെയ്തതിന് ശേഷം ഞങ്ങൾ അവിടുന്ന് വീണ്ടും ഒരു 30 മിനിറ്റിന് ശേഷം വീണ്ടും കാറിൽ കയറി. അങ്ങനെ ഞങ്ങൾ സഫാരി മിനി മാർട്ടിൽ എത്തി. അങ്ങനെ ഞങ്ങൾ ഇവിടെ എത്തിയതിന് ശേഷം ഞങ്ങളുടെ മുമ്പിലേക്ക് ഒരു ഫാൽഗൻ പക്ഷിനെ പിടിച്ച് ഒരാൾ വന്നു. അപ്പം നമുക്ക് അതിനെ കയ്യിൽ വെച്ച് നമുക്ക് ഫോട്ടോ എടുക്കാം. അവർ പറയുന്ന പൈസ നമ്മൾ പേ ചെയ്താൽ മതി. ഇത്ര ദിർഹംസ് എന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ അതിനെപ്പറ്റി ഒന്ന് തൊട്ട് നോക്കി ഞങ്ങൾ അതിൻ്റെ സൈഡിലേക്ക് പോയപ്പോൾ അവിടെ പലതരം റൈഡുകൾ കാണാം നമുക്ക് ഡെസേർട്ടിൽ കൂടെ. അപ്പോൾ മോട്ടോർ ബൈക്കിന് സിംഗിൾ ആണെങ്കിൽ 150 ദിർഹംസ്, ഡബിൾ ആണെങ്കിൽ 250 ദിർഹംസ്. അതുപോലെ 4 സീറ്റർ ഉണ്ട്, 4 കിഡ്സ് സ്പെഷ്യൽ ഉണ്ട്. അങ്ങനെ പലതരം റൈഡുകളുണ്ട്. പിന്നെ ക്യാമൽ റൈഡ് ഉണ്ട്. അത് നമുക്ക് സെപ്പറേറ്റ് റേറ്റാണ് അവർ പറയുന്നത്. അങ്ങനെ നമ്മൾ അവിടെ പർച്ചേസ് ചെയ്ത പോലെ തന്നെ നമുക്ക് ഇവിടെയും പലതരത്തിലുള്ള പർച്ചേസിങ് ആവശ്യമുള്ളവർക്ക് ചെയ്യാം. അപ്പോൾ എല്ലാ തലയിൽ കെട്ടാനുള്ള ടവലും എല്ലാ കാര്യങ്ങളും നമുക്ക് എന്താണ് ആവശ്യം എന്ന് വെച്ചാൽ അതെല്ലാം നമുക്ക് ഇവിടെ നിന്ന് വാങ്ങിച്ച് ഞങ്ങളിവിടെ നിന്ന് ഇവിടെ കുറച്ച് കാണാനൊക്കെ ഉണ്ട് നമുക്ക്. അതവിടെ നിന്ന് ഞങ്ങൾ നടന്ന് കണ്ട് അവിടെ നിന്ന് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് വീണ്ടും യാത്ര പുറപ്പെടും. അപ്പോൾ അവിടെ കണ്ട കാര്യങ്ങളാണ് ഇവിടെ നിങ്ങൾ കാണുന്നത്. Whisper in the air, humming softly to the leaving. I see a flame inside me, shining on the streets of my soul. അങ്ങനെ ഞങ്ങൾ അവിടെ ഒരു 3/4 മണിക്കൂർ സ്പെൻഡ് ചെയ്തതിന് ശേഷം ഞങ്ങൾ വീണ്ടും അവിടുന്ന് യാത്ര പുറപ്പെട്ടു. അപ്പോൾ പോകുന്ന വഴിയിൽ അപ്പോൾ നമുക്ക് ഡെസേർട്ടിൻ്റെ ഉള്ളിൽ ക്യാമൽസ് നടന്നു പോകുന്ന ഒരു കൂട്ടം ക്യാമൽസുകൾ ഇവിടെ കാണാം. ഞങ്ങളങ്ങനെ അവിടെ നിന്ന് പുറപ്പെട്ടതിന് ശേഷം ഞങ്ങൾ കൊണ്ടുപോകാൻ ട്രക്കിന് കൊണ്ടുപോകാൻ വണ്ടി വന്നു. വണ്ടിയിൽ ഞങ്ങൾ കയറി. അപ്പോൾ ഞങ്ങളുടെ കൂടി സൗത്ത് ആഫ്രിക്ക ഒരു കപ്പിൾസ് ഉണ്ടായിരുന്നു. അപ്പോൾ അവരും ഉണ്ടായിരുന്നു ആ വണ്ടിയുടെ ഉള്ളിൽ. അപ്പോൾ ഞങ്ങൾ കയറി കഴിഞ്ഞപ്പോൾ ഞങ്ങൾ പേടിച്ചു, വൊമിറ്റ് ചെയ്യോ അങ്ങനെ വല്ലതും ഉണ്ടാവുമെന്ന്. പക്ഷെ അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. നല്ലൊരു വൈബായിരുന്നു. അതിൻ്റെ ഉള്ളിൽ ആദ്യത്തെ എക്സ്പീരിയൻസ് ആയിരുന്നു. നല്ല രസം ഉണ്ടായിരുന്നു കേട്ടത്.
എത്തി. അപ്പോൾ ചെന്ന് കഴിഞ്ഞപ്പോൾ തന്നെ നമ്മളെ ഫാമിലി ഫോട്ടോ എടുക്കാൻ ആളുകൾ വരും. പിന്നെ അവിടെ ഹോഴ്സ് റൈഡിങ്, ക്യാമൽ റൈഡിങ് ഒരു സൈഡിൽ കൂടെ നടക്കുന്നുണ്ട്. നമുക്ക് അതിൽ കയറാം. അപ്പോൾ ഞങ്ങളതിലെല്ലാം കയറി. അങ്ങനെ അടിപൊളി ട്രക്കിങ്ങും കാര്യങ്ങളായിരുന്നു. ഞങ്ങളിവിടെ കുറച്ച് നേരം എൻജോയ് ചെയ്തു. അങ്ങനെ ഞങ്ങളുടെ ഫോട്ടോകളെല്ലാം എടുത്ത് ഞങ്ങൾ ക്യാമൽ റൈഡിങ്ങിന് മക്കൾ കയറിക്കൊണ്ടിരിക്കുകയാണ്. നല്ല രസമായിരുന്നു റൈഡിങ്ങും, ക്യാമൽ റൈഡിങ്, അതുപോലെ ഹോഴ്സ് റൈഡിങ് അല്ലാതുകൊണ്ട്. ഇതെല്ലാം ക്യൂ ഉണ്ട്, നല്ല തിരക്കായിരുന്നു, ക്യൂ നിൽക്കണം. പിന്നെ സൺസെറ്റ് കാണാൻ നല്ല രസമായിരുന്നു, ഡെസേർട്ടിലുള്ള സൺസെറ്റ്. ഞങ്ങൾ കുറച്ച് നേരം അവിടെ നിന്ന് ഫോട്ടോ എല്ലാം എടുത്തു. അത് കഴിഞ്ഞ് ഞങ്ങളിതാ സാൻഡ് ബോർഡ് കൂടെയുള്ള പരിപാടികളും മക്കൾ തുടങ്ങി. അപ്പോൾ അവരതിലേക്കുള്ള കാര്യങ്ങളെല്ലാം എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇതുവരെയ്ക്ക് ഞങ്ങൾ അടിച്ച് പൊളിച്ച് ഞങ്ങൾ ഇനി ഉള്ളിലേക്ക് എൻ്റർ ചെയ്യാൻ പോവാണ്. അപ്പോൾ നമുക്ക് അവിടെ ഡാൻസും അതുപോലെ ഫയർ ഡാൻസും എല്ലാം കാണാം. അപ്പം ഞങ്ങൾക്ക് അവിടെ ചെല്ലുമ്പോൾ ഒരു ഗൈഡ് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. VIP പാസും സാധാ പാസും ഉണ്ട്. അപ്പോൾ ഞങ്ങൾ സാധാ പാസ് എടുത്ത് അവിടെ കയറിയത്. പക്ഷേ അവിടെ ചെന്നപ്പോൾ അവർ VIP പാസ് എടുക്കണമെങ്കിൽ എടുത്തോളാൻ പറഞ്ഞു. അപ്പം നമുക്ക് അൺലിമിറ്റഡ് ഫുഡും എല്ലാ കാര്യങ്ങളും ഉണ്ട്, VIP സീറ്റും കാര്യങ്ങളാണ്. അപ്പോൾ ഞങ്ങൾക്ക് പെർ ഹെഡ് 50 ദിർഹംസ് നമ്മൾ കൂടുതൽ കൊടുക്കണം. അങ്ങനെ ഞങ്ങൾ 5 ആൾ 250 ദിർഹം കൊടുത്ത് ഞങ്ങൾ VIP പാസ് എടുത്ത് കയറി. ഞങ്ങളിനി എൻജോയ് ചെയ്യാൻ പോവാണ് മക്കളെ. ഞങ്ങൾ അൺലിമിറ്റഡ് ഫുഡും എല്ലാവരും വിശന്ന് വലഞ്ഞിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഡാൻസും പ്രോഗ്രാമെല്ലാം നിങ്ങൾക്ക് ലൈവായിട്ട് കാണാം. അങ്ങനെ ഞങ്ങൾ ഫുഡ് അടിപിടി കഴിഞ്ഞു. ഫുഡ് കുഴപ്പമില്ലായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ കയ്യിൽ മൈലാഞ്ചി എല്ലാം ഇട്ട് അപ്പോഴേക്കും അവിടെ അതൊരു ഫയർ ഡാൻസും പരിപാടികളും അവിടെ ലൈവായി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളതെല്ലാം എൻജോയ് ചെയ്ത് അപ്പോൾ പരിപാടി കഴിഞ്ഞോടുകൂടി ഒരു 9-9:30
അതോടുകൂടി പ്രോഗ്രാം അവസാനിപ്പിക്കും ഡെസേർട്ട് സഫാരിയുടെ ഉള്ളിലത്തെ. അത് കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് യാത്ര. അപ്പോൾ ഇതുവരെ ഉള്ളത് എൻജോയ് ചെയ്തു ഞങ്ങൾ. അങ്ങനെ കൂട്ടുകാരെ ഒരു 9:30-10 മണിയോടുകൂടി ഇവിടുത്തെ പ്രോഗ്രാം എല്ലാം കഴിഞ്ഞു. അവർ VIP പാസ് നമുക്ക് കഴുത്തിലിട്ടെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അത് തിരിച്ചു കൊടുക്കണം. അപ്പോൾ ഞങ്ങൾ തിരിച്ചു കൊടുത്തു. അതിൻ്റെ ഇടയിൽ ഒരാൾ വന്നിട്ട് ഞങ്ങളോട് ഫോട്ടോ എടുക്കണമെന്ന് ചോദിച്ചു. ഫാൽഗൺ പക്ഷിനെ വെച്ചിട്ട് ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ എടുത്തതാണെന്ന് പറഞ്ഞു. അത് ഞങ്ങൾ എക്സിറ്റ് അടിക്കുകയാണ് മക്കളെ. അങ്ങനെ ഞങ്ങൾ അടിപൊളി എൻജോയ് ചെയ്തു. ഞങ്ങൾ തിരിച്ച് ടാക്സിയിൽ കയറി അങ്ങനെ ഞങ്ങൾ പോവുകയാണ്. ഞങ്ങൾ അടിപൊളിയായിട്ട് എൻജോയ് ചെയ്തു. അപ്പോൾ ഞങ്ങളെ കൊണ്ടാക്കിയ ആൾക്കാരെ ഞങ്ങൾ പിക്കപ്പ് ചെയ്യും. അവർ തന്നെ നമ്മൾ താമസിക്കുന്ന സ്ഥലത്ത് അവർ ഡ്രോപ്പ് ചെയ്ത് നമ്മൾ പറഞ്ഞയക്കും. അങ്ങനെ ഞങ്ങൾ അടിപൊളിയായിട്ട് എൻജോയ് ചെയ്തു മക്കളെ. ഞങ്ങളുടെ കൂടെ വന്ന ആളുകളാണ് ഇവർ, സൗത്ത് ആഫ്രിക്കക്കാർ. അവരും അത് നന്നായി എൻജോയ് ചെയ്തു. അങ്ങനെ നല്ലൊരു ട്രിപ്പായിരുന്നു. അങ്ങനെ ഞങ്ങൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. ഞങ്ങൾ നന്നായി എൻജോയ് ചെയ്തു. നിങ്ങൾക്കും അത് എൻജോയ് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നിങ്ങളെല്ലാവരുടെയും സപ്പോർട്ട് എനിക്കുണ്ടായിരുന്നു. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ഓക്കെ, താങ്ക്